കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത്. പ്ലേഗ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ 18-ാം നൂറ്റാണ്ട് മുഴുവൻ മനുഷ്യൻ പേടി സ്വപ്നമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. 1894 ചൈനയെ ബാധിച്ചിട്ടുണ്ടായിരുന്ന പ്ലേഗ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ 30 വർഷം കൊണ്ട് മാത്രമാണ് എടുത്തു മാറ്റാൻ സാധിച്ചത്. ആ ഒരു കാലയളവിൽ തന്നെ ഇന്ത്യയിലും പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലക്ഷങ്ങളോളം ആളുകളും മരിച്ചിട്ടുമുണ്ടായിരുന്നു. പിന്നീട് പ്ലേഗ് ഇന്ത്യയെ ബാധിക്കുന്നത് 1994 അന്ന് 700ഓളം പേർക്ക് രോഗം ബാധിക്കപ്പെട്ടുവെങ്കിലും 56 പേർ മാത്രമേ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് റിക്കോർഡിക്കലി പറയുന്നു. അന്ന് മനുഷ്യർക്ക് മാത്രമല്ല പശുക്കളിലേക്കും പന്നികളിലേക്കും ഈ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഏതൊരു വിഷയത്തിന് പിന്നിലും ഒരു കോൺസ്പിറസി ഉണ്ടാവും. ഈ വിഷയത്തിന് പിന്നിലും ഒരു കോൺസ്പിറസി ഉണ്ട്. അതായത് എലികൾ നിരപരാധികളാണ്. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കാണ് ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുന്നത്. എയ്ഡ്സ് പോലെ. അതായത് എയ്ഡ്സ് പോലെ ഒരു അസുഖമാണ് പ്ലേഗ്. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പലചരക്ക് കപ്പലുകളിൽ കണ്ടുവരുന്ന കറുത്ത എലികളിലെ ചെള്ളുകളാണ് ഇത്തരം ബാക്ടീരിയകളെ പടർത്തുന്നത് എന്ന് ശാസ്ത്രീയമായി തെളിയുന്നതിന് മുമ്പേ ആളുകൾ വിശ്വസിച്ചിരുന്നത് ആളുകളിൽ ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന നായ്ക്കളും പൂച്ചകളുമാണ് ഈ അസുഖം പടർത്തുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവറ്റകളെ കൂട്ടമായി കൊന്നൊടുക്കിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇത് ഇത്തരം എലികളെ പെറ്റുപെരുകാനുള്ള കാരണമാക്കുകയാണ് ചെയ്തത്. എന്നാൽ എലികൾ മാത്രമാണോ കാരണം? വൃത്തിഹീനമായ പരിസരങ്ങൾ കൂടിയാണ്. 1352 യൂറോപ്പിൽ നിന്നും പ്ലേഗ് വിടവാങ്ങുമ്പോൾ അവർക്ക് നഷ്ടമായത് 25 കോടി ജനങ്ങളാണ്. ആ ജനസംഖ്യ അവർ തിരിച്ചെടുത്തത് 150 വർഷങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആലോചിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങളും കോഴി വേസ്റ്റുകളും വലിച്ചെറിഞ്ഞ് ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ കറുത്ത മരണം ബാധിച്ചേക്കാം. നാളെ എടുത്തു കളയാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറുകളിൽ എടുത്തു വെച്ച വേസ്റ്റുകളുമായിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.